ഭൂരിഭാഗം ആൾക്കാരും ഈ 5 ലക്ഷം രൂപ മുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്ക് ഒരു കമ്മിറ്റിക്ക് മാത്രമായിട്ട് ഇതിനൊരു തീരുമാനം പറയാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു ലെറ്ററാണ് ഞങ്ങൾക്ക് തീരാൻ വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അവരുടെ ജനറൽ ബോഡി കൂടുന്നത് വരെ ഞങ്ങൾക്കിത് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അമ്മ എന്ന് പറയുന്ന സംഘടനയായിട്ട് പോലീസ് അസോസിയേഷന് വളരെയധികം നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എടുത്തു പറയേണ്ടത് ഈ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയായിട്ട് ചേർന്നിട്ടുള്ള ഒരു അമ്മ ഷോ ഞങ്ങൾ മനോരമ ചാനലിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു കടബാധ്യത പോലും തീർന്നത്. അപ്പം അത്രയും നല്ലൊരു ആർക്കും ഞങ്ങൾക്കുള്ളിലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വേറെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എതിരഭിപ്രായമോ ഇതിനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ഇത് വേറെ. കാരണം 4 ദിവസങ്ങളായിട്ട് ഞങ്ങൾ അസോസിയേഷനിൽ നടക്കുന്ന ഞങ്ങൾക്കുള്ളിൽ നടന്ന വിഷയങ്ങൾ ഇങ്ങനെ പുറത്തു വരികയും അത് പുറത്ത് ഒരുപാട് പേർക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാനിത് അത് ഒരു പരിധി വിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഉള്ളിലുള്ളവരുടെ ഇടയിൽ ആയിട്ട് ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഇന്നും ഈ ഒരു പ്രശ്നത്തിലൂടെ വിളിച്ചു കൂട്ടിയത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സിനിമ എന്ന് പറയുന്നത് സിനിമ, സ്പോർട്സ്, രാഷ്ട്രീയം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ ഒരു വിനോദമാണ്, എൻ്റർടൈൻമെൻ്റാണ്. അപ്പം ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് സിനിമ ഏറ്റെടുക്കുമ്പോൾ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. കാരണം 2024 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷമായിരുന്നു. അതായത് ഒരു ജനുവരി വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഡിസംബർ വരെയും ഏറ്റവും നല്ല ഹിറ്റുകൾ ഉണ്ടായ ഒരു വർഷമാണ് 2024. അപ്പം അങ്ങനെ ഒരു വർഷത്തിൽ നിന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യവസായം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ ആൾക്കാർ നമുക്ക് ആവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇതിലൊക്കെ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് സംസാരിച്ചാണ്. സുരേഷ് ഏട്ടൻ ഒരു ഇൻഡസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ഇന്നലെ നിർമ്മാണത്തിലുള്ള സംഘടനയ്ക്ക് വാർത്താക്കുറിപ്പാണ്. ആ വാർത്താക്കുറിപ്പിൽ സംഘടന സുരേഷ് കുമാറിനൊപ്പമാണ് എന്ന് അടിവരായിട്ട് പറയുന്നത്. അതിനുശേഷം അതിന് മറുപടി എന്നോണമാണ് മോഹൻലാൽ ആന്റണി പെരുമാറിൻ്റെ പോസ്റ്റ്, ആന്റണി പെരുമാർ ആദ്യം ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ആന്റണി പെരുമാർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാനും സുരേഷ് ഏട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ഏട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷെ അങ്ങ് സുരേഷ് സംഘടന പറഞ്ഞത് കൃത്യമായിട്ട് പറയുന്നതിനകത്ത് ആന്റണി പെരുമ്പാവൂർ തള്ളിക്കളഞ്ഞുള്ള നിർമ്മാതാക്കൾ സംഘടന വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പുറത്തു പോയി പറഞ്ഞത് അനുചിതമായി പോയി എന്ന വാക്കുകൾ. അല്ല, അത് കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഒരു പക്ഷെ ഞാനും അതിൻ്റെ അകത്ത് സംഘടനയിലുള്ള ഒരാളല്ല. അപ്പൊ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിന്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഇപ്പം പറയുമ്പോൾ അതൊരു വ്യക്തിപരമായിട്ട് ഈ ടീം പറയുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഈ ടീമിന് ഇരിക്കാം. അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ലിസ്റ്റിൽ പറഞ്ഞല്ലോ ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമായിരുന്നു ഇതെന്നുള്ളത്. അങ്ങനെ ഒരു അംഗത്തിന്റെ ഒരു സിനിമയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്താൻ ആവശ്യമുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിന്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്ര സമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിംഗിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള പല കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ആന്റണി പെരുമാറിന്റെ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആന്റണി പെരുമാർ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു. ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു, ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്, അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചോദ്യം ഉന്നയിച്ചു.
അന്ന് അസോസിയേഷൻ എന്നുള്ള മറുപടി ആന്റണി പെരുമാവൂർ നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമാവൂർ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിനില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് പോലും എഴുതി ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമായിരുന്നു, എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാറിന് എന്താണ് അധികാരം? അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അത് അല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. പക്ഷെ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുന്ന മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസന്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്. പറയുന്ന ഇപ്പോഴത്തെ ഹീറോയാണ് അതിനകത്ത് നായകൻ, കീർത്തി സുരേഷാണ് നായിക, സിയാദ് കോക്രി, മാരിവില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച സിനിമയാണ്. ദേവദൂതൻ റീ റിലീസ് ചെയ്തു. കുറി എന്ന് പറയുന്ന ഒരു പടം നിർമ്മാണം ചെയ്തു. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോഴും പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലേ? അവർ പടം ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സ് ആണോ? അല്ലല്ലോ. നിലവിൽ പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് സിയാദ് കോക്രി, സുരേഷ് കുമാർ എല്ലാം ഞങ്ങളുടെ സജീവ മെമ്പറാണ്, ഞങ്ങളുടെ സീനിയർ മെമ്പറാണ്, നമ്മൾ ബഹുമാനിക്കുന്ന മെമ്പേഴ്സാണ് അവര്. നമ്മൾ അവർക്കൊപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ ഞാൻ എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഞാൻ എത്രയാണോ ഈ അസോസിയേഷന് വേണ്ടപ്പെട്ടത് അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചാണ്. 100% തന്നെയാണ്. ആ പുറത്തുവിടുന്ന രീതി അത് ഇനിയിപ്പോൾ അടുത്ത മാസങ്ങൾ വേണമെങ്കിൽ തുടരും എന്നുള്ളതാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ആ ലിസ്റ്റ് യോജിക്കുന്നുണ്ടോ? അത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. നമ്മുടെ അംഗങ്ങൾ കൂടുതൽ പേര് ഇത് പറഞ്ഞു, ഇത് അറിയണം, ഇവരോട് അറിയണം. ഇവരറിഞ്ഞില്ല എന്ന് ഇവര് നടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ തയ്യാറാണ്. ഞങ്ങളുടെ പടങ്ങളിലെ റിസൾട്ട് പുറത്തു വിട്ടു ഞാൻ പറയുമ്പോൾ മജോറിറ്റി പറയുന്നു പുറത്തു വിട്ടു എന്ന് പറയുമ്പോൾ മൈനോറിറ്റി പറയുവാണ് അതിനോട് ചിലപ്പോൾ, അതായത് വലിയ റിസ്ക് എടുക്കുന്നവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവത്തില്ല, ചില കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ മജോറിറ്റി പറയുവാണ് ഞങ്ങളൊക്കെ ഇത്രയും നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾക്കൊന്നും ബിസിനസ് നടക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഇത്രേ വന്നുള്ളൂ, എന്നിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇത്ര ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ നേതൃത്വ സ്ഥാനത്ത് ആരൊക്കെ ഇരിക്കുന്നതോ അവരത് പറയാനായിട്ട് ബാധ്യസ്ഥരായി പോവുകയാണ്. കുറയ്ക്കണം എന്ന അഭിപ്രായം 100% ആൾക്കാർ നമുക്ക് ആവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇതിലൊക്കെ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് സംസാരിച്ചാണ്. സുരേഷ് ഏട്ടൻ ഒരു ഇൻഡസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷന്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഇന്നലെ നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തി വാർത്താക്കുറിപ്പാണ്. ആ വാർത്താക്കുറിപ്പിൽ സംഘടന സുരേഷ് കുമാറിനൊപ്പമാണ് എന്ന് അടിവരായിട്ട് പറയുന്നത്. അതിനുശേഷം അതിന് മറുപടി എന്നോണമാണ് മോഹൻലാൽ ആന്റണി പെരുമാറിന്റെ പോസ്റ്റ്, ആന്റണി പെരുമാർ ആദ്യം ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ആന്റണി പെരുമാർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അതിന് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാനും സുരേഷ് ഏട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ഏട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷെ അങ്ങ് സുരേഷ് കൃത്യമായിട്ട് പറയുന്നതിനകത്ത് ആന്റണി പെരുമ്പാവൂർ തള്ളിക്കളഞ്ഞ നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പുറത്തു പോയി പറഞ്ഞത് അനുചിതമായി പോയി എന്ന വാക്കുകൾ. അല്ല, അത് കറക്റ്റാണ്. അതിന്റെ അകത്ത് ഇപ്പം ഒരു പക്ഷെ ഞാനും അതിന്റെ അകത്ത് സംഘടനയിലുള്ള ഒരാളല്ല. അപ്പൊ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിന്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഇപ്പം പറയുമ്പോൾ അതൊരു വ്യക്തിപരമായിട്ട് ഈ ടീം പറയുമ്പോൾ അത് ചിലപ്പോ ഇഷ്ടപ്പെടാതെ ഈ ടീമിന് ഇരിക്കാം. അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ലിസ്റ്റിൽ പറഞ്ഞല്ലോ ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമായിരുന്നു ഇതെന്നുള്ളത്. അങ്ങനെ ഒരു അംഗത്തിന്റെ ഒരു സിനിമയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു? അല്ല, അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിന്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്ര സമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിംഗിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിലും നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ,
അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി അല്ല, വാർത്താ അദ്ദേഹം സമ്മേളനത്തിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അനിൽ പെരുമാന്റെ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആന്റണി പെരുമാ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു. ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു, ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്, അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ചോദ്യം ഉന്നയിച്ചു. അന്ന് അസോസിയേഷനിലുള്ള മറുപടി ആന്റണി പെരുമ്പാവൂർ നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമ്പാവൂർ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിനില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പോലും എഴുതി ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമാണ്, എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ എന്താണ് അധികാരം, അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അത് അല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തത് ഷെയർ ചെയ്യാനുള്ള കാരണമുണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. പക്ഷെ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുന്ന മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസന്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്.